വെച്ചാൽ ഇപ്പം ശക്തൻ ജയിക്കുമെന്നുള്ളതാണ്. അവർ പറയുന്നു അവർ ജയിച്ചാൽ കല്ലിട്ട് എറിവെന്ന് 6 വരെ ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇപ്പം ശക്തൻ ജയിക്കുമെന്നുള്ളതാണ്. കാരണം ഇടദോഷവും വലദോഷവും തമ്മിലുള്ള ഒരു കടുത്ത മത്സരം. BJP 3ാം സ്ഥാനത്ത് വരാനേ സാധ്യതയുള്ളൂ. ചിലപ്പോൾ പറയാൻ ഒക്കില്ല, എങ്കിലും അതേ ഉള്ളൂ. ഇലക്ഷൻ്റെ അങ്ങനെ ഒന്ന് കറങ്ങി വരുന്നേ ഉള്ളൂ, അതേക്ക് വരുന്നുള്ളൂ. ഒന്നും വ്യക്തമായിട്ട് പറയാനൊന്നുമില്ല. അങ്ങനെ മുൻതൂക്കം ഇപ്പൊ പറയാൻ പറ്റില്ല. കട്ടക്ക് നിൽക്കുകയാണ് ഇപ്പൊ. അങ്ങനെ പ്രവർത്തനമൊക്കെ തുടങ്ങിയൊക്കെയല്ലേ. ഇടതും വലതും പിന്നെ ഇടതിൻ്റെ ആള് 2 പ്രാവശ്യമായിട്ട് ഇവിടെ തുടരുന്ന ആളാണ്. മറ്റത് ഇപ്പൊ പുതിയതായിട്ട് വന്നാണെങ്കിലും നേരത്തെ പലതിലുമൊക്കെ ഇരുന്നില്ല ഉള്ള ആളാണ്. എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. എല്ലാം ജനഹൃദയങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഭയങ്കര ചൂട്. അതെ, കഴിച്ചില്ല, കഴിക്കാൻ പോണത്. അതെ, ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതൊന്നും അറിഞ്ഞൂടാ. ആരെങ്കിലും ജയിക്കുന്നവർ ജയിക്കട്ടപ്പാ. ശക്തൻ തന്നെ ജയിക്കും. ശക്തനെ ജയിക്കാൻ സാധ്യതയുള്ളൂ. കാര്യം മറ്റേ ഒന്നും ചെയ്യില്ല ഇപ്രാവശ്യം. പക്ഷെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. മുൻതൂക്കം ഒന്നും പറയാൻ പറ്റില്ല. LDF വരാം, ചിലപ്പോൾ UDF വരാം. അപ്പം രണ്ടുപേരും 2 പ്രാവശ്യം ഇവിടെ ജയിച്ചെങ്കിലും 2 പ്രാവശ്യം കുറഞ്ഞ ഭൂരിപക്ഷമൊക്കെ വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഭരണം വരും, ഉറപ്പാണ്. ഇപ്പൊ പറയാൻ പറ്റൂല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ അറിയാൻ പറ്റും. ചാൻസ് അനുസരിച്ച് 2 പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. അത് ഉറപ്പിപ്പോ പറയാൻ പറ്റൂല. എന്തായാലും മുൻതൂക്കമായിട്ടും പറയാൻ പറ്റില്ല. 2 പേർക്കും ഒരേ ചാൻസ് ആണ്. ഇവിടെയാ ജയിക്കേണ്ടവർ ജയിക്കണം. ഒരു മാറ്റം വരണം, അത്ര തന്നെ. അത് ആര് ജയിച്ചാലും ഇത്രേ ഉള്ളൂ. ഇവിടെയോ ഇവിടെ ഇപ്പൊ അങ്ങനെ പറയത്തക്ക രീതിയില് രാജശേഖരൻ ജയിക്കണം. ജയിക്കും, കോൺഗ്രസിന് ജയിക്കും. എന്തൊരു കാരണമോ എന്തോ. ശക്തനായ നേതാവായതുകൊണ്ടാണ്. നല്ലൊരാളായതുകൊണ്ട് ജയിക്കും. സ്പീക്കറൊക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോ ഇരിക്കുന്ന MLA ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യമൊന്നും അങ്ങനെയൊന്നുമില്ല. 10 വർഷം എൻ്റെ അടുത്ത് പറഞ്ഞു. 2 വെപ്പിൽ ജയിച്ചല്ല ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പെൻഷൻ ഒന്നും എല്ലാം മുടക്കത്തിന് എല്ലാം തീർത്ത്. അല്ല, ഈ കേന്ദ്രത്തിന് 2800 രൂപ അത് ഏകദേശം പേർക്ക് കിട്ടി. എല്ലാം വോട്ട് പിടിക്കാനുള്ള കാരണം എല്ലാം വോട്ട് പിടിക്കുക. നിങ്ങളുടെ വോട്ട്, ഇദ്ദേഹത്തിൻ്റെ വോട്ട്, എൻ്റെ വോട്ട്, ഇയാളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ട് പിടിച്ച് 2000 രൂപ 1000 രൂപ കിട്ടിയാൽ കുടുംബം എന്ത് ചെയ്യാം? മക്കളെ പഠിപ്പിക്കുന്ന വീട്ടിലെ ക്യാഷ് നോക്കണം, ഈ കല്യാണം അവർ ഇതിനും പൈസ. അവന് പണിക്ക് പോയാലേ പണി കിട്ടും. ഞങ്ങൾ പണിക്ക് പോയി 500 രൂപയും കരിച്ചും മീനും വീട്ടിലുള്ള അന്ന് ആനന്ദ സന്തോഷമാണ്. ചന്തയിൽ പോയി 500 രൂപ കൊണ്ട് ഭാര്യയെ മക്കളെ പോയി 500 രൂപ കൊണ്ട് പിറ്റേന്ന് പൈസ ഇല്ല വാങ്ങിക്കാം. ഈ ദുരിതം ഈ 7 വർഷം കൊണ്ട് ഈ പൊഴിയൂർ നാട്ടുകാർക്ക് ഭയങ്കര കഷ്ടമാണ്. ഈ പറത്തൂരുകാർക്ക് ആ പൊഴിക്കര അവർക്ക് പോവാം. ഈ പൊഴിയൂരുകാർക്ക് മക്കളെ പഠിപ്പിക്കും. എന്ത് വോട്ട് വരുന്ന വോട്ട് വരുമ്പം ഈ പഞ്ചായത്ത് വോട്ട് ഞങ്ങൾ അത് പുളുമുട്ടിയിട്ട് തരാം, ഈ റോഡ് നല്ലാക്കി തരാം എല്ലാം പറയും. ചേച്ചിന്താ അവനവൻ്റെ കുടുംബത്തിന് തന്നെ ചെയ്യും. അല്ലാതെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യില്ല. എല്ലാം വന്ന് പറയും. അവൻ തെളിഞ്ഞു നോക്കത്തില്ല. വോട്ട് വരുന്ന 5 കൊല്ലം ആവക്കൊണ്ട് പറഞ്ഞിരുന്നു. അതൊന്ന് 60 അവിടെ കല്ലിന് ചെറുതായിട്ട് കുറേ പുളിമുട്ട് പോലെ വോട്ട്, അതിന് ശേഷം കല്ലും കിട്ടുന്നില്ല. BJP ആദ്യം തന്നെ വോട്ടിൽ ജയിച്ച വന്ന് വോട്ടപ്പോൾ ഞാൻ ജയിച്ചാലും ഈ പുളിമുട്ടിടും, ഈ തോറ്റാലും ഞാൻ പുളിമുട്ടിടും. താമരക്കാരൻ അടിച്ചു പൊളിക്കും. മുന്നോട്ട് അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. ഇതുവരെക്കും നമ്മൾ 2ാം ടേണാണ് നമ്മൾ ആൻസലൻ, 3ാമത്തെ കഴിഞ്ഞ പ്രാവശ്യം നോക്കുന്ന ആളാണ്. അപ്പോഴൊക്കെ അവർക്കാണ് മുൻതൂക്കം.
ഇപ്പോൾ കോൺഗ്രസ് നമ്മളെ ശക്തൻ ജയിക്കുമെന്ന് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. BJP കാരും പറഞ്ഞ അവർ ജയിക്കും. അങ്ങനെ 3 പാർട്ടിയും ജയിക്കുമെന്ന് പറയാം. പ്രശ്നങ്ങൾ എല്ലായിടത്തെ പോലെ ഇവിടെയുണ്ട്.